അച്ചച്ചൻ വ്ളോഗ്സിലെ ബ്രേക്കൺ മൗണ്ടൻ റെയിൽവേ വെയിൽസിലെ വീഡിയോയിലേക്ക് സ്വാഗതം. 1859 സ്ഥാപിച്ച ഈ മൗണ്ടൻ റെയിൽവേയിലേക്ക് 3 മണിക്കൂർ ഡ്രൈവാണ് നമുക്ക് ലെസ്റ്ററിൽ നിന്നുണ്ടായിരുന്നത്. ബ്രേക്കൺ മൗണ്ടൻ റെയിൽവേ പണ്ട് ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കും മറ്റുമായി സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന മെയിൻ റെയിൽവേ ഗതാഗതമാണ്. എന്നാൽ 1960കളോടുകൂടി നൂതനമായ വാഹനങ്ങൾ വന്നതോടുകൂടി ഈ ഗതാഗതം അടച്ചിടുകയുണ്ടായി. തുടർന്ന് 1970 ടോണി ഹിൽസ് എന്ന വ്യക്തിയുടെ ഐഡിയയിൽ ഇത് ടൂറിസത്തിനായി തുറന്നു കൊടുക്കപ്പെട്ടു. ബ്രേക്കൺ താഴ്വരയുടെ പ്രകൃതി സൗന്ദര്യത്തിനപ്പുറം ഇത് വെയിൽസ് നിവാസികൾക്ക് അവരുടെ ചരിത്രം കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ്. ടിക്കറ്റ് എടുത്തകത്ത് കയറി ഞങ്ങൾക്ക് എഞ്ചിൻ്റെ പാർട്സും എഞ്ചിൻ്റെ പ്രവർത്തന രീതികളും എല്ലാം ഒരു ഡെമോ പോലെ കാണുവാൻ സാധിച്ചു. എഞ്ചിൻ ഡ്രൈവർ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച ശേഷം അതിനെ പാസഞ്ചർ ബോഗിയുമായി കണക്ട് ചെയ്തു. തുടർന്ന് ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചു. അപ്പോഴേക്കും പാസഞ്ചേഴ്സ് എല്ലാം നിറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരും അവരവർക്ക് നിശ്ചയിച്ച സീറ്റിൽ ഇരുന്നതിന് ശേഷം ട്രെയിൻ യാത്ര പുറപ്പെട്ടു. വളരെ അതിമനോഹരമായ ബ്രേക്കൺ താഴ്വരയിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. മലകളും കുന്നുകളും അരുവികളും പുഴകളും എല്ലാമുള്ള ഒരു ജേണിയായിരുന്നു. 1 മണിക്കൂറുള്ള ജേണി. ട്രെയിനിൽ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള തിരക്കിലായിരുന്നു. അതിൽ ഇംഗ്ലീഷുകാരും ഇന്ത്യക്കാരും എല്ലാവരും മുൻപന്തിയിലും തന്നെ ഉണ്ടായിരുന്നു. 1 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയാണ് നമുക്ക് ട്രെയിനിലുള്ളത്. അതിൽ പഴയ റോഡുകളും പുതിയ റോഡുകളും പണ്ട് ഉപയോഗിച്ചിരുന്ന ട്രാൻസ്പോർട്ടേഷനായിട്ട് ഉപയോഗിച്ചിരുന്ന വഴികൾ ഇപ്പോൾ മെയിൻ്റനൻസിനായിട്ട് ഉപയോഗിക്കുന്നു. ഇടയ്ക്ക് റിഫ്രഷ്മെൻറ്റിനായിട്ട് ഷോപ്പുകളും ക്രമീകരിച്ചിട്ടുണ്ട്. തിരിച്ച് പോകുന്ന വഴിയിൽ ടെൻറ്റുകളും ആൾക്കാർ താമസിച്ചിരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂർ ദൈർഘ്യത്തോടു കൂടി ആ യാത്ര അവസാനിപ്പിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ് അച്ചച്ചൻ വ്ളോഗ്സ്. താങ്ക്